ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ പോസ്റ്റ് പാർട്ടം എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു മാസമായ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ് പാർട്ടം മാത്രമല്ല കേട്ടോ, പ്രീ പാർട്ടത്തിനെ കുറിച്ചും കൂടി ഞാൻ പറയുന്നുണ്ട്. എനിക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസിയും നല്ല രീതിയിൽ തന്നെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ആഫ്റ്റർ ഡെലിവറി അത്ര വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല, കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. PCOD ഉള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മുടെ ലൈഫിൽ ഈ ഒരു ഹോർമോൺ ചേഞ്ചസ് വരുന്ന സമയങ്ങളിൽ എക്സ്ട്രീം ലെവലിലുള്ള ഹോർമോൺ ചേഞ്ചസ് കാരണം പല രീതിയിലുള്ള മൂഡ് സ്വിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. സങ്കടം, സന്തോഷം, ദേഷ്യം, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക മൂഡ് ഏത് രീതിയിലാണ്, നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് എന്താ പറയുക പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഹോർമോൺ ചേഞ്ചസ് ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെക്കാൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. കാരണം അവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ വളരെ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ പറയുന്നൊരു തമാശയായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നല്ലൊരു കാര്യം പറഞ്ഞു തരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഒന്നും ഉദ്ദേശിക്കാതെ അവർ ലൈഫ് നമ്മുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ചെയ്തു പോകുന്ന ചില പ്രവൃത്തികളായിരിക്കും. ഇതെല്ലാം നമ്മുടെ ഒരു മൂഡ് ചേഞ്ചിനെ ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ മോശം സിറ്റുവേഷനിലൂടെയും കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിലൂടെ കടന്നു വന്നതിന് ശേഷം ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നും എപ്പോഴാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് എന്നുള്ളതും വളരെ നന്നായിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും നമുക്കതിൽ നിന്ന് റിക്കവറി ചെയ്യണം എന്നുള്ളതും സ്വയം നമ്മൾ തന്നെ ഒരു ബോധത്തിലെത്തുന്ന സമയത്ത് നമുക്കതിനെ ചേഞ്ച് ആക്കി എടുക്കാൻ മറ്റൊരാളുടെ സഹായം ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ അതിന് പറ്റാറുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു കണ്ടീഷനെ മറ്റൊരാൾ പഴിചേർത്താതെ നമുക്കതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഞാൻ പറയട്ടെ, പ്രഗ്നൻസി ത്രൂ ഔട്ട് എനിക്ക് വളരെ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു പീരിയഡ്സ് ആയിരുന്ന സമയം June 29 ആയിരുന്നു എൻ്റെ ലാസ്റ്റ് പീരിയഡ്സ് ഡേറ്റ് ഉണ്ടായിരുന്നത്. ഏകദേശം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ ഹോർമോൺസിനെല്ലാം എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു ഫസ്റ്റത്തെ ഒരു 3 മന്ത് ശരിക്കും ആ ഒരു പീരിയഡ്സിൻ്റെ ഡേറ്റ് ആവുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും എനിക്കിങ്ങനെ എക്സ്ട്രീം ലെവലിലെ മൂഡ് ചേഞ്ചസ് വരും. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും കരയുന്ന അവസ്ഥയിലോട്ട് എത്തും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സത്യത്തിൽ എൻ്റെയൊക്കെ ഒരുപാട് എന്നെക്കൊണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് എന്താണ് വിഷമം വരുന്നത്, എങ്ങനെയാണ് എന്നൊന്നും മൂപ്പർക്ക് അറിയില്ല. പിന്നെ ആൾക്ക് അങ്ങനെ ഒരുപാട് എക്സ്ട്രീം ലെവലിൽ നമ്മളെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകാനൊന്നും അറിയില്ല. ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കൊരു പ്രഡിക്ഷൻ ഉണ്ടാവും, ഇയാൾ ഇങ്ങനെ നമ്മളെ സ്നേഹിക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻ ലെവലിലോട്ട് എത്തിയിട്ടില്ലെങ്കിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ചില ഇഷ്യൂസൊക്കെ ഞാനും ഒക്കെയും തമ്മിൽ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഉണ്ടായിരുന്നു കേട്ടോ. ആൾ നല്ല രീതിയിൽ തന്നെ എന്നെ കെയർ ചെയ്തിട്ടുണ്ട്. ഒരു രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒരു ആവശ്യം പറഞ്ഞിട്ട് എന്നെ കഷ്ടപ്പെടുത്തിയിട്ടില്ല, ഒന്നുമില്ല. ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയാണോ അതങ്ങനെ പോയിക്കോട്ടെ എന്നുള്ളൊരു ലെവലിലായിരുന്നു. ആളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാത്തൂൻ്റെ മക്കൾ കൂടെ ഉണ്ടായിരുന്നു, അവരെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ചില സമയങ്ങളിൽ എനിക്ക് എൻ്റെ മൂഡ്സ് കറക്റ്റാക്കി ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്താണെങ്കിലും ത്രൂ ഔട്ട് പ്രഗ്നൻസി എന്നെ മാനസികമായിട്ട് ഹറാസ് ചെയ്തൊരു വ്യക്തി ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിനെ ഞാൻ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. എന്താണെങ്കിലും എന്താ പറയുക, ഒന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ കുറേ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വ്യക്തി പറഞ്ഞാൽ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, ഇമോഷൻസ്, ഒരുപാട് സങ്കടം വരുന്ന സമയത്ത് എനിക്കെൻ്റെ കുട്ടീനെ ബാധിച്ചു പോകുമോ, ഈ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഈ ഒരു വിഷമം എന്നുള്ള വരെ ടെൻഷനും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഞാൻ ഇക്കാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കാരണം പെട്ടെന്നുള്ള പ്രൊജസ്ട്രോണിൻ്റെ ആ ഒരു പെട്ടെന്ന് കുറയല്ലേ നമ്മുടെ ബോഡിയിൽ. പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ പ്രൊജസ്ട്രോൺ ഇങ്ങനെ ഹൈ ആയിട്ടിരിക്കും നമ്മുടെ ബേബീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡെലിവറി കഴിയുന്നതോടുകൂടി ഒറ്റയടിക്ക് അതിൻ്റെ ആ ഒരു ഗ്രാഫിലൊരു ഡൗൺ വരും. പെട്ടെന്ന് അത്രയും താഴ്ന്ന ലെവലിലോട്ട് പ്രൊജസ്ട്രോൺ പോകുമ്പോൾ നമുക്ക് നല്ല ഇമോഷൻ ചേഞ്ചസ് ഉണ്ടാവും. ചിലർക്ക് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കിയത്, മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മളെ ഓരോ രീതിയിൽ ഇങ്ങനെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള പല സംസാരങ്ങളും ആണ് നമ്മളെ മെൻ്റലി ഡൗൺ ആക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 2-ാമത്തെ 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കിന് തന്നെ ചെറിയ രീതിയിൽ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫിൽ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കേട്ടോ, എൻ്റെ ഒരു സങ്കടങ്ങളും ഞാൻ എൻ്റെ വീട്ടുകാരെ കാണിക്കാറില്ല. എനിക്ക് കരച്ചിൽ വന്നാലും ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ കരയാറില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ കരഞ്ഞതായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. ഞാൻ സങ്കടപ്പെട്ട് കരണ്ടില്ല. എന്തെങ്കിലും സിറ്റുവേഷനിൽ ഇങ്ങനെ വഴക്കൂടും അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടെങ്കിലും എൻ്റെതായ പേഴ്സണൽ ഒരു ഇഷ്യൂ കാരണം അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനും ഞാൻ കരയാറില്ല. അത് എത്ര എക്സ്ട്രീം സങ്കടമാണെങ്കിലും ഞാൻ പിടിച്ചു ഒതുക്കാൻ ശ്രമിക്കും. എനിക്ക് മറ്റുള്ള മുന്നിൽ അങ്ങനെ വല്ലാതെ കരയുന്നൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും എന്താ പറയുക, ഞാൻ ശ്രമിക്കുന്നൊരു കാര്യം. എപ്പോഴും വിഷമമുണ്ടെങ്കിൽ ചിരിച്ച് സംസാരിക്കുക, മാക്സിമം ഹാപ്പി ആണെന്നുള്ളത് നമ്മൾ മുന്നിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് കരയും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൽ
എൻ്റെ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. എൻ്റെ ഡെലിവറി ഒരു 6:25 കഴിയുന്നത്, മാർച്ച് 26-ാം തീയതി. അത് എനിക്ക് ജനറൽ അനസ്തേഷ്യയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇൻഹലേഷൻ വഴി ശ്വാസം വഴി തന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ബോധം കെടുത്തിയതിന് ശേഷമാണ് എൻ്റെ സിസേറിയൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നില്ലേ അതുപോലെ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പൈനൽ കോഡിനും ബ്രെയിനിനും കണ്ണിൻ്റെയൊക്കെ ഞരമ്പിനെ ബാധിക്കുന്ന ഒരു അസുഖം പണ്ട് ഉണ്ടായിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് ഞാൻ നമ്മുടെ നട്ടലിന് കുത്തുന്ന അനസ്തേഷ്യയുടെ ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അതുപോലത്തെ സ്പൈനൽ അനസ്തേഷ്യ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സാധ്യതയുണ്ട്. മേ ബി ആ അരയുന്ന താഴോട്ടേക്കാണല്ലോ പാരാലിസിസ് ആവുന്നത്. അതായത് തൊട്ടാൽ അറിയാത്ത അവസ്ഥ, തളർന്നു പോകുന്നത് അരക്കുന്ന താഴോട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയി മേ ബി എൻ്റെ ശരീരം തിരിച്ച് റിക്കവറി ആവാതിരിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഉറപ്പല്ല, അവിടെ ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് ആരും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ റെഡി ആയിരുന്നില്ല. ഇതിന് മുൻപ് എനിക്ക് ലാപ്രോസ്കോപ്പി ചെയ്തപ്പോഴും കംപ്ലീറ്റ്ലി ബോധം കെടുത്തിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എപ്പിഡ്യൂറൽ അതുപോലെ സ്പൈനൽ ഇങ്ങനത്തെ അനസ്തേഷ്യകളൊന്നും തരാൻ പാടില്ല, അങ്ങനത്തെ റിസ്ക് ഉണ്ട്. അപ്പോൾ ഓൾറെഡി അവർ നമ്മുടെ കയ്യിൽ നിന്ന് അതിനുള്ള എന്താ പറയുക കൺസെൻറ്റ് ലെറ്ററൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരറിയില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ കുറച്ച് ടെൻഷനോടെ ആയിരുന്നു നമ്മുടെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പം സ്പൈനൽ അനസ്തേഷ്യ ആണെങ്കിൽ നമ്മുടെ കുട്ടീനെ പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവർ കാണിച്ചു തരും. കാരണം നമ്മൾ ബോധത്തോടെ ഇരിക്കാവും. നമ്മളാണ് ഫസ്റ്റ് നമ്മുടെ കുട്ടീനെ കാണുന്നത്. പക്ഷേ എൻ്റെ കേസിൽ ഞാനാണ് ലാസ്റ്റ് എൻ്റെ കുട്ടീനെ കാണുന്നത്. അതായത് നാട്ടിലുള്ളവരും എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് അവസാനമാണ് കേട്ടോ ഞാൻ എൻ്റെ കുട്ടീനെ കാണുന്നത്. കാരണം 6:30 കഴിഞ്ഞ് ഒരു 8-9 മണിയൊക്കെ ആകുമ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. ആ സമയത്ത് ഡോക്ടറെ വിളിച്ച് എണീപ്പിച്ചിട്ട്, കാരണം പെയിൻ സഹിക്കാൻ വയ്യ, എക്സ്ട്രീം ലെവലിലുള്ള ലേബർ പെയിൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദന സഹിച്ച് ബോധം കെട്ട് പോകുന്നൊരവസ്ഥയിലോട്ട് തല കറങ്ങി അങ്ങനെ ബോധം മറിഞ്ഞ് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായപ്പോഴാണ് കുട്ടീൻ്റെ ബ്രീത്തിങ് പ്രോബ്ലം അതുപോലെ തന്നെ ഹാർട്ട് റേറ്റിലൊക്കെ പ്രശ്നം വന്നിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ആ വേദന ആയിരുന്നു ഓർക്കാൻ വയ്യാണ്ടായിരുന്നു. അനസ്തേഷ്യൻ്റെ ഡോക്ടർ വന്ന് എന്നെ വിളിച്ച് എണീപ്പിച്ചിട്ട് കഴിഞ്ഞു പോകണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാനിതുപോലെ എല്ലാം കഴിഞ്ഞു, എനിക്ക് വേദന എന്താ വരാത്തെന്നുള്ള ഇതിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ ഒരു 8-9 മണിയായപ്പോഴാണ് റൂമിലോട്ട് വരുന്നത്. റൂമിൽ വന്നപ്പോൾ ആരൊക്കെയോ ഉണ്ടായിരുന്നു എനിക്കറിയാം, ആരോടൊക്കെയോ ഞാൻ സംസാരിച്ചെന്നറിയാം. ഒരു മിന്നായം പോലെ മോനെയും കണ്ടു എന്ന് മാത്രമേ എനിക്കറിയാം. പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഇടങ്ങേറ് പോലെ വരുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ടായി. പിന്നെ നമ്മൾ ഉറങ്ങിപ്പോകും, കാരണം ഓൾറെഡി ആ മെഡിസിൻ്റെ ഒരു ഇത് നമ്മുടെ ബോഡിയിലുണ്ടാവും. ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയി. അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് എപ്പോഴൊക്കെയോ മറ്റേ പാല് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും ആ ഒരു ദിവസം സംഭവിച്ച ഓർമ്മയില്ല. പിറ്റേ ദിവസം ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് പീഡിയാട്രീഷ്യനും 2 സിസ്റ്റർമാരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർ വന്ന് നിന്ന് മോനെ നോക്കി, മോനിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ NICUലോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന സിറ്റുവേഷനിലൊന്നും എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കേട്ടോ. കാരണം ഞാൻ അതിനുമാത്രം കണ്ടിട്ടില്ല. ഞാൻ പ്രസവിച്ചു എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു പ്രഗ്നൻസി പീരീഡ് ഓക്കെ, അത് ആ ഒരു മൈൻഡ് തന്നെ ആയിരുന്നു. എനിക്ക് വയറ് അത്യാവശ്യം എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ ആ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്, മോൻ പുറത്തേക്ക് വന്നോന്നോ എനിക്ക് അവനെ കാണണമെന്നോ അങ്ങനെ അറ്റാച്ച്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം ഞാൻ പോയി കണ്ടില്ല. അങ്ങനെ എനിക്ക് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഗ്യാസിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബ്രസ്റ്റ് പമ്പ് കൊണ്ടുവന്നിട്ട് മിൽക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് അവൾക്ക് ഹസ്ബൻഡ് കൊണ്ട് കൊടുക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ 2-3 ദിവസം കണ്ടായപ്പോൾ ഞാൻ അപ്പോൾ ഇതുവരെ എനിക്ക് മോൻ എൻ്റെ അടുത്തില്ല എന്നോ അവനെ NICU ഞാൻ എല്ലാവരോടും കൂളായിട്ടുണ്ട് ഈ കാര്യങ്ങൾ പറയണേ. കാരണം ഞാൻ അവനെ മര്യാദയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കണക്ഷൻ വന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ NICUലോട്ട് പോയി. NICUയിൽ പോയിട്ട് മോനെ കണ്ട ആ ഒരു ടൈം എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴാണ് ഞാൻ ശരിക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് പോകുന്നത്. അവൻ്റെ മേലെ മൊത്തം വയറൊക്കെ പിടിപ്പിച്ച് ആകെ എന്തൊക്കെയാണ് പിടിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. അവന് ഫീഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് വായിലൂടെ സക്ക് ചെയ്ത് മുറപ്പാൽ കുടിക്കാൻ പറ്റില്ലായിരുന്നു. അത് കാരണമാണ് അവർ എൻ്റെ അടുത്ത് കൊണ്ടുവരാതെ NICUവിൽ തന്നെ വെച്ചിരുന്നത്, എന്നെ വിളിക്കാതിരുന്നതും പാലിനെ കുറിച്ച് എന്നോട് ചോദിക്കാതിരുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവന് ഈ ട്യൂബിലൂടെയാണ് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവന് അങ്ങനെ എന്താ പറയുക മുലപ്പാൽ വായിലൂടെ കഴിച്ചു കഴിഞ്ഞാൽ അവന് ശ്വാസത്തിൻ്റെ പ്രശ്നം ഭയങ്കര കൂടുതലായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് പോയി കണ്ട സമയം ഞാൻ ശരിക്കും തളർന്നു പോയി. എനിക്ക് അപ്പം മുന്നിൽ സിസ്റ്റർ നിൽക്കുന്നതുകൊണ്ട് ആ സമയത്ത് വന്ന സങ്കടം ഞാൻ അങ്ങനെ പിടിച്ചൊതുക്കി. ഉള്ളിലും കണ്ണിന്ന് വെള്ളം വീഴാതെ അങ്ങനെ കൺട്രോൾ ചെയ്തൊന്നും സംസാരിക്കാതെ ഞാൻ ആ മോൻ്റെ കയ്യിൽ മാത്രം പിടിച്ച് കുറച്ച് സമയം നോക്കി നിന്നു. ഇക്കാൻ്റെ മുന്നിൽ ഞാൻ കരയാറുണ്ട് കേട്ടോ, വേറെ ആരും മുന്നിൽ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കുറച്ച് നടന്ന് റൂമിലോട്ട് എത്തുന്നത് വരെ ആയപ്പോഴത്തേക്കും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സങ്കടം വന്നു. പക്ഷേ റൂമിൽ വന്നപ്പോൾ ഉമ്മ ഇരിക്കുന്നുണ്ട്. ഉമ്മാൻ്റെ മുന്നിൽ ഞാൻ ഓർമ്മ പോലും ഇല്ല ഞാൻ അങ്ങനെ കരഞ്ഞത്. എനിക്ക് ഇനി അങ്ങോട്ടേക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ആ സങ്കടം അങ്ങനെ പിടിച്ചൊതുക്കി അത് കരഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ബാത്റൂമിൽ ലോക്ക് ചെയ്ത് പോയി ഇരിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനായിരുന്നില്ല. എപ്പോഴും ലോക്ക് ചെയ്യാതെ നമ്മൾ വേണം പോകാൻ. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും, അല്ലെങ്കിൽ എന്താ പറയുക ഇരിക്കാനുള്ള വെച്ചെങ്കിൽ വന്ന് നോക്കും. അങ്ങനെ നമ്മൾ വീണിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ
അതൊന്നും അറിയില്ലല്ലോ. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ അവിടെ ആ സങ്കടം ഇങ്ങനെ ഉള്ളിൽ പിടിച്ച് വെച്ചിട്ടോ. ആ സമയത്ത് ഞാൻ കുറച്ച് ദിവസം ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഫ്രണ്ട് രേഷ്മ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, നീ ശ്രദ്ധിക്കണം, എന്താ പറയുക, വിഷമിക്കരുത് അങ്ങനെ പറഞ്ഞിട്ട് അവൾ കുറേ പോസിറ്റീവായിട്ട് മെസ്സേജ് അയക്കും, ഭയങ്കര മെൻ്റലി സപ്പോർട്ടീവായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തു. ഇക്കാക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനും വയ്യ, എനിക്ക് ഇക്കാനെ സപ്പോർട്ട് ചെയ്യാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാരണം രണ്ടുപേരും ഒരേ കണ്ടീഷനിലല്ലേ. അങ്ങനെ അവനെ പോയി എൻ്റെ ശബ്ദം ചേഞ്ച് ആവേണ്ടി തോന്നുന്നത്. അവനെ പോയി കണ്ട സിറ്റുവേഷനിലാണ് ഞാൻ റിയലൈസ് ചെയ്ത് ഞാൻ ഡെലിവറി ആയിട്ടുണ്ട്, മോനുണ്ട്, എനിക്കൊരു കുട്ടി ഉണ്ട് എന്നുള്ള കാര്യം കുറച്ചെങ്കിലും ഒന്ന് റിയലൈസ് ചെയ്തത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മോനെ തിരിച്ചു കൊണ്ട് തന്ന അതുവരെയും ഭയങ്കര ഇതായിരുന്നു. ഇവനെന്തെങ്കിലും പറ്റിപ്പോവോ, അവനെന്തെങ്കിലും ആയിപ്പോവോ, അങ്ങനെ ഒരു ആദ്യം ഉള്ളിൽ കടന്ന് കൂടി. കാരണം ഇത്രയും കാലം ത്രൂ ഔട്ട് പ്രഗ്നൻസി നല്ല ഫൈൻഡിങ്സ് ആയിരുന്നു. എന്താ പറയുക, സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെ ഭയങ്കര നോർമലായിരുന്നു. എന്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡോക്ടറിനെ പറയും എന്താണോ പ്രഗ്നൻസിയിൽ കാണിക്കേണ്ടത് ആ ഒരു എക്സാക്റ്റ് അതുപോലെ തന്നെയുള്ള റിസൾട്ടാണ് നിങ്ങളുടെ ഒരു സ്കാനിങ് റിപ്പോർട്ടിലും എല്ലാ സാധനത്തിനകത്തും വരുന്നത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം ഇത്രയും വർഷം കഴിഞ്ഞ് പഠിച്ചവൻ തന്നതുകൊണ്ടായിരിക്കും എല്ലാം ഭയങ്കര നോർമലായിട്ട് നമുക്ക് തന്നേന്നുള്ള ഒരു സന്തോഷം അതൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷേ മോൻ അങ്ങനെ ആയിപ്പോയപ്പോൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി, ഭയങ്കര എക്സ്ട്രീം ഡൗൺ ആയിപ്പോയി. ഒരാളോട് പറയാനോ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഇരുന്ന് കരയാനൊക്കെ തോന്നിയിരുന്നു. പക്ഷേ പോകെ കംപ്ലീറ്റ്ലി ഫോണിലോട്ട് അഡിക്റ്റായി. അതുകൊണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ റിലാക്സേഷൻ കിട്ടുന്നൊരു കാര്യമാണ് വീഡിയോസ് ഉണ്ടാക്കിയിടുക, യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അതിലോട്ടേക്ക് തിരിഞ്ഞു. അതുകൊണ്ടാണ് ആ ടൈമിൽ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി ആണെങ്കിലും കമൻ്റ് ആയിട്ടാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഫോണിൽ നോക്കരുത്, ഇങ്ങനെ ചെയ്യരുത്, വീഡിയോ ഇടരുത്, സ്ട്രെയിൻ എടുക്കരുത്, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ അപ്പുറത്തെ ഒരു മെൻ്റൽ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തിരുന്നത്. കാരണം നിങ്ങളോട് ഇൻട്രാക്ഷൻ വരിക, മറ്റുള്ളവർ നമ്മുടെ സന്തോഷം കണ്ട് സന്തോഷിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അപ്പോൾ കിട്ടിയിരുന്ന ഒരു റിലാക്സേഷൻ മാത്രമായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ ഒരു റിക്കവറിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിലോട്ട് ഞങ്ങൾ വന്നു. ഇവിടെ വന്നപ്പോഴൊക്കെ ഭയങ്കര നോർമൽ കേട്ടോ, എല്ലാവരോടും ഭയങ്കര സന്തോഷം, വീഡിയോ കോൾ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. പിന്നെ ആ ഒരു സിറ്റുവേഷൻ എന്നെ അങ്ങനെ ഹോണ്ട് ചെയ്തിട്ടേ അല്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇതുപോലെ എന്തോ അന്ന് കരഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ അവിടെ അങ്ങ് പോവുമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് വീണ്ടും ഇങ്ങനെ ഇപ്പോൾ ഉമ്മേനോട് തന്നെ എന്തെങ്കിലും കാര്യം സംസാരിക്കുമ്പോൾ ഉമ്മ ജസ്റ്റ് വെറുതെ തമാശയ്ക്ക് എന്തെങ്കിലും പറയുന്നതായിരിക്കും. എനിക്കിവിടെ ഒന്നും ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല, ജഷീർക്ക് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഉമ്മ എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായിട്ടില്ല എന്ന് പറയും. ഞാൻ ഇതിവിടെ അല്ലാതെ അവിടെ വേണ്ട. അങ്ങനെ ഈവൻ നമ്മുടെ റൂം ടൂർ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ ഒരു ചവിട്ടികൾ കിട്ടുന്നത്, അതിൻ്റെ ഒരു പൊസിഷൻ മാറുന്നത് പോലും എന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ എണീറ്റ് ഓരോ പണികൾ ചെയ്യും. അപ്പം ഉമ്മ ഇങ്ങനെ ചീത്ത പറയും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവിടെ പോയി ഇരിക്കണം, കിടക്കണം എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എൻ്റെ ഈ പ്രശ്നം കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ സ്റ്റിച്ച് വെട്ടേണ്ട ദിവസമായി. ആ ദിവസം ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഇതുപോലെ ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷേ എന്തോ ഡോക്ടർ ഹരിതയോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ഡോക്ടറോട് അങ്ങോട്ടേക്ക് നമ്മൾ സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശ്നം തുറന്ന് പറയണം വിചാരിച്ചിട്ടായിരിക്കും അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ആളപ്പോഴത്തേക്കിനും ആ കാര്യം അങ്ങോട്ട് പറയാതെ തന്നെ അതിനുള്ള ഒരു റിപ്ലൈ ഇങ്ങോട്ടേക്ക് കണ്ടറിഞ്ഞ് തരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി എൻ്റെ കേസിൽ മാത്രമായിരിക്കും, അതോ ഇനി എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആൾ കുറേ സംസാരിച്ചു. അങ്ങനെ ഇത് പ്രശ്നം ഇങ്ങനെ വരും കേട്ടോ, അത് നോക്കണം, പിന്നെ മോൻ്റെ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ കുറച്ച് സമയം ഡോക്ടർ നമ്മളോട് സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഓക്കെ. അന്ന് പോകുമ്പോൾ കാറിൽ വെച്ചിട്ട് ഇക്കാനോട് കുറേ പറയുകയൊക്കെ ചെയ്ത് കുറേ വിഷമങ്ങൾ കരഞ്ഞു തീർത്തു. ആളും ശരിക്കും ആകെ ഡൗണായിപ്പോയി. എനിക്കിപ്പോൾ എന്താ പറയുക, ആ സമയത്ത് പറഞ്ഞാൽ ഞാൻ ഈ ജോലിക്ക് പോകില്ല, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പോവാണ്, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലോട്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ പെരുന്നാളിൻ്റെ ദിവസം വന്നപ്പോഴത്തേക്കിനും ഓൾറെഡി സ്റ്റിച്ച് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്റ്റിച്ച് എടുത്തതിൻ്റെ അതിലൂടെ ഉള്ളിലത്തെ സ്റ്റിച്ചിൻ്റെ ഒരു നൂല് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തനിയെ നമ്മുടെ ബോഡിയിൽ അലിഞ്ഞു പോകുന്ന സ്റ്റിച്ചുകളാണ് നമ്മൾ ഉള്ളിലിട്ടിട്ടുണ്ടാവുക. പുറത്താകെ എനിക്കൊരു സൈഡിലൊരു സ്റ്റിച്ച് മാത്രമേ എടുക്കാണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റിച്ച് എടുത്ത് വന്നൊരു 1 വീക്ക് പോലും ആയിട്ടില്ല തോന്നുന്നു. കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കിനും ഇങ്ങനൊരു പ്രശ്നം വന്ന് എനിക്ക് ഭയങ്കര പെയിന്. പെരുന്നാളിൻ്റെ അന്ന് ഇവിടെ ഞാൻ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായില്ല, എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇക്കാൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മോൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുഞ്ഞോനും സൽമാനും എല്ലാവരും വന്ന് ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ മൊത്തത്തിൽ രസമായിരുന്നു. ഞാൻ ചിരിച്ച് കളിച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നില്ല. എല്ലാവരോടും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കണം. കാരണം ഞങ്ങൾ വില്ലയിൽ ഇപ്പോൾ കുറേ മലയാളീസൊക്കെ ഉണ്ട്, അപ്പുറത്ത് കുറേ കുട്ടികളുണ്ട്, താഴെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് ഇവരോടൊക്കെ ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഈ പുറത്ത് വന്ന ഈ നൂലിങ്ങനെ കുറച്ചിങ്ങനെ വളഞ്ഞിരിക്കുന്നൊരു നൂലായിരുന്നു. അതിൻ്റെ മുറിവിലിങ്ങനെ കുത്തിയിട്ട് എനിക്ക് പെയിന് വരാൻ തുടങ്ങി. അപ്പോൾ മുറിവിൻ്റെ വേദനയും എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു സിറ്റുവേഷനിലോട്ടേക്ക് തന്നെ ഇങ്ങനെ വീണ് പോകണൊരു കണ്ടീഷനായി. എനിക്ക്
ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കിനും കരച്ചിൽ വരും, ഉമ്മ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും കരച്ചിൽ വരും. ഞാൻ സംസാരിക്കാതെ അന്ന് പെരുന്നാളിൻ്റെ അന്ന് രാത്രി ആയപ്പോഴത്തേക്കിനും എനിക്ക് സംസാരം കംപ്ലീറ്റ്ലി ഇങ്ങനെ സ്റ്റോപ്പായി വരാൻ തുടങ്ങി. ഹസ്ബൻഡ് എന്തെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്കിനും കണ്ണിലൊക്കെ വെള്ളം നിറയും, സംസാരിക്കാൻ തോന്നില്ല, ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ആയി. ഞാൻ മാക്സിമം സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ അപ്പോഴത്തേക്കിനും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫോൺ അഡിക്റ്റ് ആയിട്ടോ. ഫുൾ യൂട്യൂബിൽ ഓരോന്ന് കാണുക. ഇപ്പോൾ ബിഗ് ബോസ് ഒക്കെ നടക്കുന്ന സമയമല്ലേ, അതിൻ്റെ കുറേ വീഡിയോസ് കാണുക, അതിൻ്റെ റിയാക്ഷൻസ് കാണുക, വേറെ എന്തെങ്കിലും മറിമായം പോലത്തെ പ്രോഗ്രാംസ് കാണുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫോൺ അഡിക്റ്റായി. എനിക്കറിയില്ല എന്താ അങ്ങനെയെന്ന്. ഞാൻ മെൻ്റലി ഓക്കെ ആവാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഒന്നും ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യണേ. അങ്ങനെ ആ മുറിവിൻ്റെ വേദന വന്നപ്പോഴത്തേക്കിനും അന്ന് രാത്രി ആയപ്പോഴത്തേക്കിനും എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തുടങ്ങി. മൊത്തത്തിൽ എനിക്ക് അന്നത്തെ ദിവസം ആദ്യമായിട്ട് മോനെ കാണുമ്പോൾ ഒരു ദേഷ്യം വരുന്നത് പോലെ തോന്നി. അവനെ കാണുമ്പോൾ ഇപ്പം കാരണമാണ് ഞാൻ ഇതിങ്ങനെ അനുഭവിക്കുന്നത് എന്നുള്ളൊരു ഒരു സെക്കൻഡത്തേക്ക് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിഷമം വന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പിച്ചു, ഈ കണ്ടീഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കുട്ടീനോട് ഭയങ്കര വെറുപ്പ് വരുമായിരിക്കും, കുട്ടീനോട് ഭയങ്കര ദേഷ്യം വരുമായിരിക്കും, എല്ലാവരോടും, ഉമ്മാനോട് ദേഷ്യം, ഹസ്ബൻഡിനോട് ദേഷ്യം, കാണുന്നവരോടൊക്കെ ദേഷ്യം, അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി. പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, സ്റ്റിച്ച് എടുക്കാം. കാരണം ഉമ്മ മുറിവിൽ നോക്കിയിട്ട് പറയാം ഒന്നും കാണാനൊന്നുമില്ല, ഒരു നൂല് കാണുന്നുണ്ടെന്നല്ലാതെ പഴുപ്പൊന്നുമില്ല, ഒന്നുമില്ല. എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ മുറിവ് കാണാൻ പറ്റുന്നില്ല, കാരണം വയറ് കുറച്ചുണ്ട്, ഞാൻ വയറ് കെട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പിടിച്ച് നോക്കിയപ്പോൾ എനിക്ക് പഴുപ്പുള്ളത് പോലെ തോന്നി. ഹസ്ബൻഡിനോട് മുറിവിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞ ആൾക്ക് മുറി കാണുന്നത് തന്നെ പേടിയാണ്. ഇതെല്ലാം കൂടെ ആയപ്പോൾ മുറിവിലോട്ട് നോക്കാത്തത് തന്നെ എനിക്ക് തോന്നിയത് എന്നെ ഇഷ്ടമില്ല, നോക്കില്ല, എൻ്റെ കാര്യങ്ങളൊരു ഉത്തരവാദിത്തമില്ല, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങി. ഉമ്മക്ക് കണ്ണ് കാണുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ച് കൂട്ടാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര മെൻ്റലി ഭയങ്കര ഡൗൺ ആയി. പിറ്റത്തെ ദിവസം ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടറെ അടുത്ത് ചെന്ന് ഈ സ്റ്റിച്ച് ഡോക്ടർ വെട്ടി തന്നിട്ട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, നിനക്കിങ്ങനെ തോന്നുന്നതാണ്. ഈ സമയത്ത് ഞാൻ അപ്പോഴും ഡോക്ടറോടൊന്നും സംസാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഡോക്ടറിന് ഞാനാകെ പേടിച്ചു പോയല്ലോടോ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പലതും തോന്നും, അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 ദിവസം ഹസ്ബൻഡ് കൂടെ ഒരു റൈഡിന് പോകണം, നിങ്ങളൊരു ക്വാളിറ്റി ടൈം കണ്ടുപിടിക്കണം. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഫേസ് കണ്ടപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോഴും ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ശബ്ദം എനിക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു പക്ഷേ അത് ഓർക്കുമ്പോഴത്തേക്കിനും സങ്കടം വരുന്നതുകൊണ്ടായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കരഞ്ഞ് തീർന്നിട്ടില്ല, ആ ഒരു വിഷമം മുഴുവൻ കരഞ്ഞ് തീർത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ ശബ്ദത്തിൽ വ്യത്യാസം വരുന്നത്. അങ്ങനെ അന്ന് ഡോക്ടർ കുറേ സമയം സംസാരിച്ചു, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകണം, പണ്ടുള്ള ആളുകൾ പറയുന്ന പോലെയല്ല, ഭർത്താവിനെ കാണരുത്, തുടരുത്, ഇരിക്കരുത്, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റി ടൈം കണ്ടുപിടിക്കണം, നിങ്ങൾ ജസ്റ്റ് കാറിൽ പോവുക, ഒരുപാട് നടക്കുകയൊന്നും ചെയ്യേണ്ട, പിന്നെ സിസേറിയൻ ആയതുകൊണ്ട് നടക്കുന്ന അത്ര പ്രശ്നമില്ല, കുറച്ച് നടക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ദിവസം ഞങ്ങൾ കുറച്ച് ഇങ്ങനെ മോനിവിടെ പാലെടുത്ത് വെച്ചിട്ട് പോയിരുന്നു, ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് കുറച്ച് സമയം സംസാരിച്ച് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ച് ഉമ്മയ്ക്കുള്ളത് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ കുറേയൊക്കെ നോർമലായി, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നു. പക്ഷേ ഇപ്പോഴും ഉണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ വലിയ പ്രശ്നമായിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ ഞാൻ അന്ന് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി തെറാപ്പി എടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു കേട്ടോ. പക്ഷേ ഡോക്ടർ ഹരിതനോട് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ കുറേ ഓക്കെ ആയതുകൊണ്ട് എനിക്കത് ചെയ്യേണ്ടി വന്നില്ല. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കുറേ കൂടെയൊക്കെ ബെറ്ററായി വരാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നാട്ടിൽ പോകുന്നുണ്ട്, നാട്ടിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കമൻസ് പറയുമല്ലോ, അത് അവരുടെ കുറ്റമല്ല, അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. ഇനി അതെന്നെ എഫക്റ്റ് ചെയ്യുമോ, ഞാൻ റിയാക്ട് ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ മാനസികമായിട്ട് എന്തൊക്കെയോ ഒരു മടുപ്പും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ജോബിന് പോകണ്ടെന്ന് തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഇങ്ങനെ മോൻ്റെ കൂടെ നമ്മളിങ്ങനെ ഒരു ഫാമിലി ലൈഫ് മാത്രമാക്കിയിട്ട് മുന്നോട്ട് പോകുക, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു കണ്ടീഷൻ ഇതൊക്കെ മാറുമ്പോൾ ശരിയാവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഇന്ന പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്കത് റിക്കവർ ചെയ്യാനും പറ്റുന്നുണ്ട്. കംപ്ലീറ്റ്ലി അതിൽ വീണ് പോവാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പോസ്റ്റ് പാർട്ടം എക്സ്പീരിയൻസിലും 1 മന്തിനകത്തുള്ളത്. ആർക്കെങ്കിലുമൊക്കെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസോ അല്ലെങ്കിൽ ഫീലിങ്സിൽ വ്യത്യാസങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു എന്താ പറയുക, അതിനെന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. അതിങ്ങനെ മനസ്സിൽ വെച്ച് കൂട്ടി വെച്ച് വലിയ പ്രശ്നമാക്കാൻ വേണ്ടി നിൽക്കരുത്. ഒരാളുടെ മെൻ്റൽ സപ്പോർട്ട് വേണം തോന്നുകയാണെങ്കിൽ ഒരു സൈക്കോതെറാപ്പി എടുക്കാം, ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് തെറാപ്പി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതിലൊരു മോശമൊന്നും കരുതരുത്. കാരണം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനസിക രോഗം ഉണ്ടെന്നുള്ളതൊന്നല്ല, നമുക്ക് മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അവരുടെ അടുത്ത് പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ മെയിൻറ്റെയിൻ അങ്ങനെ കൂടുതലായി പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്നല്ല, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ മനസ്സ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കും, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിക്കും.
പിന്നീട് അതിൽ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുള്ളവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ വീട്ടിൽ പ്രസവം കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ അവർ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക. കുറേയൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് വിടുക. പണ്ട് കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം കൂടെ അവരുടെ മേലെ അടിച്ചേൽപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നുള്ളതാണ്, അവർക്കത് പറ്റുന്നില്ല വെച്ചെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചിട്ടോ എന്താ കഴിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പറ്റാത്തത്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കേസിൽ എനിക്ക് ഇതുവരെ എന്നെ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളും പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ എങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.